ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയും പ്രീതിയും കൂടി സംസാരിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂട്ടായിട്ടോ എപ്പിസോഡ് തുടങ്ങുന്നത്. അപ്പോൾ പ്രീതി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശ്രുതി ചോദിക്കണ്ടേ, എന്താ ചേച്ചി ആലോചിക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട് കേട്ടോ, അല്ല നമ്മൾ പറഞ്ഞ രാജകുമാരന്മാരെ നമ്മൾ ഈ കഥകളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ മോളെ. ജീവിതത്തിൽ ഒരിക്കലും രാജകുമാരന്മാർ വരില്ല, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവർക്ക്. രാജകുമാരിമാർക്ക് വേണ്ടി ഉള്ളതാണ്, അല്ലാതെ നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതിനെ തലയാട്ടിക്കൊണ്ട് സമ്മതിക്കുന്നുണ്ട്. ശേഷം പ്രീതി വാ നമുക്ക് ഉറങ്ങാന്ന് പറഞ്ഞ് ഉറങ്ങുവാണ്. പക്ഷേ ശ്രുതിക്ക് ഉറക്കം വരാണ്ട് ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഹോളിൽ പോയിട്ട് ഇരിക്കുക കേട്ടോ. അതിനുശേഷം ശ്രുതി അശ്വിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അശ്വിൻ തന്നെ പിടിച്ച് തള്ളിയപ്പോൾ കയ്യിൽ കുപ്പിച്ചില് കൊണ്ടതും അശ്വിൻ അമ്പലത്തിൽ വന്നപ്പോഴേക്കും കയ്യിലെ മുറിവ് കെട്ടിക്കൊടുത്തതും അതിനുശേഷം കാലിലെ പാദസരി വിട്ടുകൊടുത്തതും തന്നെ കിസ് ചെയ്യാൻ പോയ ഭാഗങ്ങളൊക്കെ ആലോചിച്ചിട്ട് ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും കേട്ടോ. ആ സമയത്ത് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്യാം വരുന്നത് ശ്രുതിനെ തന്നെ നോക്കൊണ്ട് വരുവാ കേട്ടോ. ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശ്രുതി വേറെ എന്തോ ആലോചനയാണെന്ന് ശ്യാമിനെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ്. ചെവിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. തൊട്ടടുത്തേക്ക് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷം ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് ഞെട്ടിപ്പോകുവാണ്. എന്താ എന്താ ശ്യാം സാറി കാണിച്ചത്? അല്ല ശ്രുതി എന്തോ ആലോചനയാണെന്ന് തോന്നുന്നല്ലോ. അതോ ഒന്നുമില്ല എന്ന് പറയാണ്. അല്ല ശ്രുതി കണ്ടിരുന്നോ കല്യാണത്തിന് വേണ്ടി മേടിച്ച ആഭരണങ്ങളും സാരിയൊക്കെ കണ്ടിരുന്നോ? കണ്ടു. ഇഷ്ടപ്പെട്ടോ? എന്ന് ശ്രുതി പറയുന്നുണ്ട്. അതിനുശേഷം ശ്യാം പറയുന്നുണ്ട്, അല്ല കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ശ്രുതിയുടെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല ശ്യാം സർ എന്ന് ശ്രുതി പറയാണ്. അല്ല എന്തോ ഉണ്ട്, എനിക്ക് മനസ്സിലായി കേട്ടോ. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എനിക്കും ശ്രുതിക്കും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടായിരിക്കുമല്ലേ. ഒരു കാര്യം ചെയ്യാം, നാളെ കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. എന്തിന് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അല്ല നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ. എനിക്ക് തന്നോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, തനിക്കും എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കേട്ടോ എന്ന് പറയാണ്. ശ്രുതി ഒന്നും വിടാതെ അവിടെ അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ. അതിനുശേഷം ശ്യാം പോക്കറ്റിൽ നിന്ന് ഒരു ബോക്സ് എടുക്കുവാണ്. എന്നിട്ട് ശ്രുതിയുടെ കൈകൾ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ശ്രുതി കൈ മാറ്റാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും ശ്യാം ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ആ ബോക്സ് തുറന്നിട്ട് അതിലൊരു ചെറിയൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാവും, സിമ്പിൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്, അതെടുത്ത് കയ്യിലേക്ക് കെട്ടിക്കൊടുക്കുവാട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, തനിക്കിത് ഇഷ്ടമായോ? ശ്രുതിക്ക് അത് ഇഷ്ടമായില്ലെങ്കിലും ശ്രുതി ഇത് എന്ന് പറഞ്ഞ് മൂളുന്നുണ്ട്. ശേഷം ശ്യാം പറയുന്നുണ്ട്, ഞാൻ തനിക്ക് വേണ്ടി ഒരുപാട് ഗിഫ്റ്റുകൾ കരുതി വെച്ചിട്ടുണ്ട്. എന്തായാലും താൻ നാളെ കഴിഞ്ഞ് റെഡി ആയിട്ടിരുന്നു, നമുക്ക് പുറത്തു പോവാം. താൻ തൻ്റെ ജോലി ചെയ്യേണ്ട സ്ഥലത്ത് പറയട്ടോ, നാളെ കഴിഞ്ഞ് താൻ കുറച്ച് നേരത്തെ ഇറങ്ങുമെന്ന് എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ നിന്ന് പോകുക കേട്ടോ. ശ്രുതി വീണ്ടും അവിടെ നിന്ന് നമ്മുടെ അശ്വിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതേസമയം അശ്വിനും ശ്രുതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒറ്റയ്ക്ക് വീട്ടിൽ വരാതെ ശ്രുതിനെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അശ്വിൻ. ആ സമയത്താണ് അഞ്ജലി അശ്വിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ കുട്ടിക്ക് കല്യാണത്തിന് വലിയ താല്പര്യമില്ലാന്ന് തോന്നണല്ലോ, ആരുടെ കാര്യമോ ചേച്ചി പറയണത്? അല്ല ശ്രുതിയുടെ കാര്യം. ശ്രുതിയുടെ കല്യാണത്തിന് വലിയ താല്പര്യമൊന്നുമില്ല, അത് വീട്ടുകാരുടെ നിർബന്ധത്തിനായിരിക്കും ആ കുട്ടി ചിലപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചത്. കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ അവൾക്ക് തുറന്നു പറഞ്ഞൂടെ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, എന്ത് പറയാനാ, ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചായിരുന്നു നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന്. പക്ഷെ അവളൊന്നും തുറന്നു പറഞ്ഞില്ല. അപ്പോൾ ചേച്ചിയുടെ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും, അതായിരിക്കും തുറന്നു പറയാത്തത്. അങ്ങനെ ആരുടെയും നിർബന്ധത്തിന് അതാണ് സമ്മതിക്കാവുന്ന ഒരു കാര്യമാണോ കല്യാണം? എനിക്ക് തോന്നുന്നത് അവൾക്ക് കല്യാണത്തിനേക്കാൾ സമ്മതമാണെന്ന് തോന്നുന്നത്. ഇത് വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും ചേച്ചി എന്ന് അശ്വിൻ പറയുമ്പോൾ അഞ്ജലി പറയണ്ടേ, അല്ലാതെ അവളുടെ അമ്മയെടുത്തോ അല്ലെങ്കിൽ അമ്മയെടുത്തോ നിർബന്ധപ്രകാരം അവൾ ആ കല്യാണത്തിന് സമ്മതിച്ചതായിരിക്കും. അല്ലാതെ അവൾക്ക് ആ പയ്യന് നേരത്തെ പരിചയമുള്ള പയ്യനാണല്ലോ, ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും അടുപ്പം ഉണ്ടായിരിക്കും, എന്നിട്ട് കല്യാണം ഉറപ്പിച്ചായിരിക്കും. അവൾക്ക് അങ്ങനത്തെ ഒരു അടുപ്പം ആരുമായിട്ടില്ല കുഞ്ഞ്, അതെനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചി. വെറുതെ അവളുടെ കാര്യമായിട്ട് എന്റെ മൂഡ് കളയല്ലേട്ടോ, ഞാനൊരു കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ചേച്ചി അവളുടെ കാര്യം പറഞ്ഞ് എന്റെ സമാധാനം കളയുവാണോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ അഞ്ജലി പറഞ്ഞിട്ട്, സോറി, നിന്റെ ഉള്ള മൂഡ് കൂടി ഞാൻ കളയുന്നില്ല, അല്ലെങ്കിലും അവൾ എന്തെങ്കിലും ചെയ്യട്ടെ, അതിന് ഇപ്പൊ എനിക്കെന്താ. നീ പറഞ്ഞ പോലെ തന്നെ അവൾക്ക് എന്തെങ്കിലും എന്നോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അവൾ എന്നോട് പറഞ്ഞാലേ, ഇതിപ്പോ അവളായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ശരി, നീ ഇവിടെ നിന്നോ, ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പോകുവാണ്. ശേഷം ശ്രുതിനെ കുറിച്ച് അശ്വിൻ ആലോചിക്കാട്ടോ. ശ്രുതിക്ക് വളരെ സന്തോഷമില്ലാത്തതായിട്ട് അശ്വിനും തോന്നുന്നുണ്ട്. അശ്വിനും ശ്രുതിയുടെ മുഖമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ തന്നെ നിൽക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അഞ്ജലിനെയാണ്. അഞ്ജലി 2-3 സാരിയൊക്കെ എടുത്തിട്ട് ഏത് സാരി സെലക്ട് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ലാവണ്യ വരുന്നുണ്ട്. ആഹാ കൊള്ളാലോ ചേച്ചി, ഇതുവരെ ശ്യാമേട്ടനായിട്ട് കറങ്ങാൻ പോകുമ്പോൾ ഉടുക്കേണ്ട സാരി സെലക്ട് ചെയ്തില്ലേ?
ഇല്ലെന്നേ, ഇതുവരെ സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അഞ്ജലി പറയാണ്. അല്ല, ഷ്യാമേട്ടന് ലൈറ്റ് കളർ സാരിയല്ലേ ഇഷ്ടം, പക്ഷെ ചേച്ചിക്ക് ഡാർക്ക് കളറായിരിക്കും കുറച്ചുകൂടി സ്യൂട്ട് ആവണത്. അതുകൊണ്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട സാരി ഏതാണ്ട് സെലക്ട് ചെയ്തോ, അഥവാ ഷ്യാമേട്ടന് ഇഷ്ടപ്പെട്ട സാരി ആണ് സെലക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തോ എന്ന് പറയാണ്. അപ്പോഴേക്കും പുറത്താരോ ബെല്ലടിക്കുന്നുണ്ട്. ആ, ശ്രുതി വന്നു തോന്നുന്നു, ഞാനിത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാവണ്യ പുറത്തേക്ക് പോകുമ്പോൾ ശ്രുതി വാതിക്കൽ ഇങ്ങനെ ബെല്ലടിച്ചിട്ട് കാത്തിരിക്കാട്ടോ വാതിൽ തുറക്കാനായിട്ട്. ആ സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ ശ്രുതി അശ്വിനെ കാണുന്നില്ല. അശ്വിൻ ശ്രുതിനെ കാണുന്നുണ്ട് കേട്ടോ. അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ശ്രുതി വളരെ വിഷമത്തിലാണെന്ന് അശ്വിനും മനസ്സിലാവുന്നുണ്ട്. അശ്വിൻ ഇങ്ങനെ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ അഞ്ജലി പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. അവൾ ഒട്ടും സന്തോഷത്തിലല്ല. അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് തോന്നുന്നത് എന്ന് അഞ്ജലി പറഞ്ഞ കാര്യം അശ്വിൻ പെട്ടെന്ന് ആലോചിക്കാട്ടോ. അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലാവണ്യ വാതിൽ തുറക്കാണ്. ആ ശ്രുതി, നീ വന്നോ, വാ വാ. ദേ അഞ്ജലി ചേച്ചി അവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ. ഇന്ന് ഷ്യാമേട്ടനായിട്ട് പുറത്തു പോകുന്നുണ്ട്. അതിന് ഏത് സാരി സെലക്ട് ചെയ്യണമെന്ന് അറിയാണ്ട് പുള്ളിക്കാരത്തെ ഭയങ്കര ടെൻഷനില്ല. വാ, നീ ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ട് ലാവണ്യ അകത്തേക്ക് പോവാണ്. അപ്പോഴും നമ്മുടെ ശ്രുതിയുടെ മുഖത്തിനെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ. അശ്വിനും തൊട്ടു പിന്നാലെ പോകുന്നുണ്ട്. പക്ഷെ ശ്രുതിയും ലാവണ്യൊന്നും അശ്വിനെ കാണുന്നില്ല. ശേഷം നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി, നീ ഇതിലേതെങ്കിലും ഒരു സാരി സെലക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു റെഡ് കളർ സാരി എടുത്ത് സെലക്ട് ചെയ്യുവാണ് ശ്രുതി. ആഹാ, നീ ആള് കൊള്ളാലോ ശ്രുതി, ഈ സാരി തന്നെയാ ഞാനും സെലക്ട് ചെയ്തത് എന്ന് അഞ്ജലി പറയുന്നുണ്ട്. ശേഷം നമ്മുടെ അഞ്ജലി ബാക്കിയുള്ള സാരികളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി മുകളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ആ ഫോൺ എടുത്തിട്ട് ആരാണെന്ന് ഒന്ന് നോക്കാവോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുവാണ്. ശ്രുതി ആ ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് ചെവിയിലേക്ക് വെക്കുന്നുണ്ട്. അത് ശ്യാമായിരിക്കും കേട്ടോ. ഹലോ രാജകുമാരി, സോറി 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 എന്ന് പറയാണ്. ശ്രുതി എന്താ പറയണത് കേൾക്കാൻ പോലും ശ്യാം കൂട്ടാക്കുന്നില്ല. അഞ്ജലി ആണെന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാട്ടോ. നോക്ക്, ഇന്നലെ നിന്നെ കറങ്ങാൻ പോകാൻ കൊണ്ടുപോകാൻ പറ്റില്ലതേ, ഇന്ന് നമുക്ക് കറങ്ങാൻ പോകാൻ കേട്ടോ. എന്റെ രാജകുമാരി നല്ല സുന്ദരി കുട്ടിയായിട്ട് റെഡി ആയിട്ടിരിക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഈ സൗണ്ട് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ, ഈ സൗണ്ട് എനിക്ക് നല്ല പരിചയമുള്ള സൗണ്ട് ആണല്ലോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഹലോ ഇതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്യാമിന് മനസ്സിലായി അത് ശ്രുതിയാണെന്ന്. ശ്യാം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാട്ടോ. അതിനുശേഷം ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ്, അതാരായിരിക്കും, എനിക്ക് സൗണ്ട് കേട്ട് നല്ല പരിചയമുണ്ട്, എനിക്ക് പരിചയമുള്ള ആരുമാണ് ഇപ്പോൾ വിളിച്ചത് എന്ന് ശ്രുതി വിചാരിക്കുമ്പോഴേക്കും അഞ്ജലി വരുന്നുണ്ട്. ആ ശ്രുതി, ആരാ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കുവാണ്. ആ ശ്യാമേട്ടനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിച്ചിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുവാട്ടോ. ശ്രുതി ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാൻ പോകുമ്പോൾ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ കൈച്ചേൻ അഴിഞ്ഞു പോകുവാണ്. അയ്യോ, കൈച്ചേൻ അഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി എടുക്കാൻ പോകുമ്പോൾ അത് ഓടി വന്ന് എടുക്കുവാട്ടോ അശ്വിൻ. അതിനുശേഷം ആ കൈച്ചേൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആഹാ, ഇതെന്താ ഇത്ര കട്ടിയില്ലാത്തൊരു കൈച്ചേൻ, ഇത് നിന്റെ ആ ചെക്കൻ ഗിഫ്റ്റ് ചെയ്തതായിരിക്കും അല്ലേ, നിന്റെ ഫിയാൻസി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. എന്താ അയാൾ ഇത്ര ദരിദ്രവാസിയാണോ, ഇത്ര വില കുറഞ്ഞ ഒരു കനവില്ലാത്ത കൈച്ചേൻ നിനക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്നു, അതോ ഭയങ്കര പിഷ്കനാണോ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം അശ്വിൻ സുന്ദര മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അല്ല, നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് നിന്റെ മുഖത്ത് അതിനുള്ള സന്തോഷമൊന്നുമില്ലല്ലോ. ഓ, നീ വിചാരിച്ചത്ര പണക്കാരനായിരിക്കില്ല, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, എന്ത് ചെയ്യാനാ, നീ അതൊന്നും നോക്കിയിട്ടല്ലേ കല്യാണം കഴിച്ചത് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ട, അതെ, ഞാൻ കല്യാണം കഴിക്കാൻ പോണ ആള് അത്ര ദരിദ്രവാസിയൊന്നുമല്ല, പിന്നെ നിങ്ങളെപ്പോലെ എല്ലാം പണം കൊണ്ട് അളക്കുന്ന ആൾക്ക് അങ്ങനെ പലതും തോന്നും, അങ്ങനെ പണം കൊണ്ട് ഒരാൾ അളക്കാനൊന്നും പറ്റില്ല. പിന്നെ എന്റെ മുഖത്ത് സന്തോഷം, എന്റെ സന്തോഷം നിങ്ങൾ മുഖത്താണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും പണവും കാര്യങ്ങളൊക്കെ ഉള്ള അശ്വിൻ സായിയുടെ മുഖത്ത് സന്തോഷം ഞാനും കണ്ടിട്ടില്ല എന്ന് പറയാണ്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, അതെ, പണം കൊണ്ട് മാത്രമല്ല സന്തോഷം വാങ്ങാൻ സാധിക്കുന്നത്, കേട്ടല്ലോ, നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ന് പറയുമ്പോൾ ശ്രുതി അശ്വിന്റെ മുഖത്തേക്ക് നോക്കുവാണ്. അശ്വിൻ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ശ്രുതിനെ നോക്കുമ്പോൾ അഞ്ജലി അകത്തുനിന്ന് ശ്രുതിനെ വിളിക്കാട്ടോ. ശ്രുതി കുട്ടി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശ്രുതി ഒരു പുച്ഛത്തോടു കൂടി തന്നെ അശ്വിനെ നോക്കിയിട്ട് ആ കൈച്ചേനും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ. അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.